പെരിയ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തമിഴ്നാട്ടിലാണുള്ളത്. അപ്പോൾ തമിഴ്നാട്ടിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉദയഗിരി ഫോർട്ടാണ്. ഓക്കെ, അപ്പോൾ ടൂറിസ്റ്റ് പ്ലേസാണ്. നല്ല അടിപൊളി ഒരു വൈബുള്ള കാഴ്ച കാണാനുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കോട്ടയ്ക്കകത്തോട്ട് കയറാം. കോട്ടയ്ക്കകത്ത് എന്തൊക്കെയാണ് എങ്ങനെയാണ് നമുക്കൊന്ന് കയറി കാണാം. കോട്ടയുടെ വെളിയിലായിട്ടാണ് നമുക്ക് വാഹന പാർക്കിംഗ് ഒക്കെ ചെയ്യേണ്ടത്. അതുപോലെ ഈ കണ്ടോ, കോട്ടയുടെ മതിലാണ് ഈ കാണുന്നത്. ഈ മതിലൊക്കെ ഒന്ന് കല്ലിലാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, നമ്മുടെ പാറക്കല്ലൊക്കെ വെച്ച് പണ്ടത്തെ മോഡലിൽ ചെയ്തൊരിതാണ്. ഇതാണ് അതിൻ്റെ പ്രവേശന കവാടം. കണ്ടോ, ചെറിയൊരു കവാടമാണ്. ഇതുവഴിയാണ് നമുക്ക് ഉള്ളിലോട്ട് പ്രവേശിക്കേണ്ടത്. അപ്പോൾ നമുക്കെന്തായാലും അകത്തോട്ടൊന്ന് കയറി നോക്കാം. ഇത് ചെറിയ കണ്ടോ, ഇതൊരു എന്താ പലകയിലൊക്കെ ചെയ്തതാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കോട്ടയുടെ വാതിലാണ്. ഇവിടെ നിന്ന് എൻട്രിങ് പാസ് എടുക്കാറുണ്ട്. കിട്ടിയാടാ പാസ് എടുത്താ? ടിക്കറ്റൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടിക്കറ്റ് എടുത്ത് വേണം കയറാം. ഒരാൾക്ക് 30 രൂപയാണ്. ഇപ്പോൾ നമ്മൾ 4 പേരുണ്ട്. 4 പേർക്കും 120 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കല്ല ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്യുന്നതിന് എക്സ്ട്രാ ഫീസ് കൊടുക്കണം. അത് വന്ന് ഒരു വെഹിക്കിളിന് 10 രൂപയാണ് കേട്ടോ. വെഹിക്കിൾ എൻട്രി ഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് അത് 10 രൂപയാണ്. നമുക്കല്ല ഒരാൾക്ക് 30. മൊത്തം നമുക്ക് ഒരാൾക്ക് 40 രൂപയാണ് ചിലവ് ഇതിനകത്ത് നമ്മൾ കയറിയതിന്. എന്തിനു പരിപാടി? നാഗലിംഗം മരം. എൻ്റെ ഒന്നു എന്തിടേ കൊള്ളാമല്ല. ഇതിൽ പൂവൊക്കെ ഉണ്ട്. കിട്ടിലായിട്ട് പൂവൊക്കെ ഇപ്പോൾ ഉണ്ട്. ഇതിലേക്കുന്ന പൂവാണ്. നാഗത്തിൻ്റെ ഒരു ഫീല് കാണുമെന്ന് തോന്നുന്നു. നല്ല മണമുണ്ടല്ലേ. നമുക്ക് കൂടൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ദേവ മഞ്ഞത്തത്തയൊക്കെ കണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും മഞ്ഞത്തത്തയൊക്കെ കണ്ടിട്ടൊക്കെ വരാം. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസമുള്ളൊരു സുഖം. ഇവിടെ ഗിനിപ്പന്നിയാ? എനിക്കറിഞ്ഞൂടാ അതിൻ്റെ സാധനം. ഓക്കെ, ഗിനിപ്പന്നി. എടാ പന്നീൻ്റെ മോനെ. എല്ലാവരും റെസ്റ്റ് എടുപ്പിലാണ്. പരുന്തോ ഹലോ മൂങ്ങയല്ല, പരുന്ത് ഗൈസ്. പരുന്താണ്. നമ്മുടെ പരുന്ത്. എൻ്റെ മഞ്ഞത്തത്തയും വെള്ളത്തത്തയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതാരും എനിക്കറിഞ്ഞൂടാ. ലവ് ബേഴ്സ് എന്ന് തോന്നുന്നു. പെയിൻ്റ് അടിച്ചാണ് ഗൈസ്. കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതിവിടെ നമ്മളെ വെള്ളപ്രാവ്, സമാധാനത്തിൻ്റെ വെള്ളപ്രാവ്. പിന്നെ കൊടുക്കാറുണ്ടോ എന്തോ? ഉണ്ട്. അരിയും ഗോതമ്പൊക്കെ ഉണ്ട് ഇതിന്. ബിജോയ് സാർ അതിനെ ഫോട്ടോ എടുക്കുകയാണ്. നീ തുറന്നൊന്നും ഇടണ്ട. ഇത് നാളെ അവസാനം നീ ജയിലിൽ കയറും. ഡിഫിൻ ഫ്രാൻസിസ് എന്നൊരു വ്യക്തി. എവിടെ അരയനെ കണ്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും അരയനെയൊക്കെ പോയി നോക്കാം. എവിടെയാടാ? അവിടെ അരയന്നം. ഓ, വാട്ട് എ ബ്യൂട്ടിഫുൾ. ഹലോ, ഇതൊരു അരയണ്ണ ഇരിപ്പുണ്ട്. ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നു. ഓ, ഇരുന്നോ. നിന്നെ ഞങ്ങൾ ശല്യം ചെയ്യുന്നില്ല. ഇതേ ഒരു അരയന്നം. ഹംസം അരയന്നം. ഇത് ഇവിടുത്തെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇതുവരെ ഫോട്ടോനെ കുറിച്ച് ഇവിടുത്തെ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഇതൊക്കെ നോക്കണ്ടാവും. ബട്ടർഫ്ലൈസിൻ്റെ ഒരു നല്ലൊരു എന്താ പറയുന്നത് കാഴ്ചകൾ കാണാനുള്ള സ്ഥലങ്ങൾ ഇതിനകത്തുണ്ട്. നമുക്ക് ഇതിനകത്തൊരു മ്യൂസിയം, സൂ എങ്ങനെ ഇരിക്കും അതുപോലത്തെ ഒരു ഫീൽ ഇതിനകത്തുണ്ട്. ഇന്ന് ലീവ് ദിവസമായിട്ടും വലിയ തിരക്കൊന്നുമില്ല. ഇതിവിടെ എഴുതിയിട്ടുണ്ട് പാർക്കിലേക്ക് ബോട്ടിൽ. ഇതിവിടെ വർക്ക് നടക്കുന്നതാണ്. അതിനകത്ത് അരയന്നെ നോക്കുകയാണ്. അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇവർ ചെയ്തു വരുന്നേ ഉള്ളൂ. വർക്ക് നടക്കുന്ന സമയമാണ് ഇതൊക്കെ. ഇവിടെ 2 അരയന്നൊക്കെ ഉണ്ട്. മണിത്താറാവോ? പാവരയന്നം. ഇതൊരു ജിറാഫ്. അടുത്ത് നമ്മുടെ മയിലിനെ കാണാൻ വേണ്ടി പോകുന്നതാണ്. പീകോക്ക്, ദേശീയ പക്ഷിയെ കാണാൻ വേണ്ടി പോകുന്ന വഴിയാണ്. ഇൻ്റർലോക്കൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആരോ തല വീണേനെ പേടിക്കണ്ട. ഇവിടെ കാണാൻ നിറയെ സ്ഥലമുണ്ടല്ലോ ഇതിനകത്ത്. മയിലൊക്കെ മുകളിലിരിക്കുന്നു. ഇന്ത്യൻ പീകോക്ക് ഒന്നേ ഉള്ളൂ അല്ലേ? ഹലോ. അത് തിരിഞ്ഞു പോലും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. ബിജോയ് സാറൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. ബിജോയ് സാറിൻ്റെ പേര് പറഞ്ഞ് തിരിഞ്ഞു നോക്കി. ആരാ
വേറെ ആരോ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. നല്ല പ്ലേസാണ് കേട്ടോ. ശരിക്കും നമുക്കൊരു എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ. കാരണം ഔട്ട് സൈഡിൽ നമുക്ക് നമ്മുടെ മക്കളെയൊക്കെ കൊണ്ടുവന്നാലും ഇവിടെ നമുക്ക് സുഖമായിട്ട് നിർത്തിയിരിക്കാനൊക്കെ സാധിക്കും. ഇത് ചെറിയ മുളങ്കാടുകളുണ്ട്. ഇവിടെ വർക്ക് നടക്കുന്നതാണ് ഈ കുളത്തിലോട്ട്. വർക്ക് കഴിയാൻ ദിവസമുണ്ട് എങ്കിലേ ഇത് കാണാനൊക്കെ ഒരു ഭംഗിയുള്ളൂ. ഇവിടെ ചെറിയ മുളങ്കാടുണ്ട്. ചിന്ന ചിന്ന ആസ ചെറുതടിക്കും ആസ. അപ്പോൾ ഇതാണ് ഉദയഗിരി ഫോർട്ട്. ഇതിനകത്തൂടെ നമ്മൾ ഇന്നിങ്ങനെ നല്ല ഒരു ഇതിന് പോകുന്നതാണ്. മാനി 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 മാനെ മാനെ മാനെ. ഇവിടെ മുളയിൽ കുറേ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഓ എന്തോടെ മുളയിനെ പീഡിപ്പിച്ചു കുമാരി. മുളയിൽ പടം ആർട്ടൊക്കെ വരച്ചിട്ടുണ്ട് നന്നായിട്ട്, പേരൊക്കെ എഴുതി. വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മാന് മാനെന്ന് പറഞ്ഞാൽ ഇതാണ് മാൻ. നിറയെ നിൽപ്പുണ്ട്. ബാക്കിയുള്ള മാന് തന്നെ. അതെ മാന് നിറയെ ഉണ്ട്. 2 ഗ്രില്ലാണ് ഇട്ടിരിക്കുന്നുണ്ടോ. ഞാൻ പിന്നെ സെൽഫി സ്റ്റിക്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് കിട്ടത്തില്ല. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് മാനൊക്കെ കാണാൻ സാധിക്കും. നമ്മുടെ മക്കൾക്ക് മാനൊക്കെ കാണിച്ചു കൊടുക്കണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്നാൽ മതി. നിറയുണ്ട് മാൻ. മാനൊക്കെ നിറയെ നിൽപ്പുണ്ട്. കൊമ്പുള്ള ആണാണ്. 2 എണ്ണം നിൽക്കുന്നല്ലേ. ബാക്കിയെല്ലാം കുട്ടികളും പെൺമാനൊക്കെ ഉണ്ട്. അതൊന്ന് നോക്കിയേ. അയ്യോ അവരെ നമ്മളെ സൂക്ഷ്മമായി നോക്കുന്നതാണ് അവിടെ നിന്ന്. 5000 തക്കപ്പാലി അതേപോലെ. അതെ ഇതിൻ്റെ ഓപ്പോസിറ്റ് കറക്റ്റ് തത്തയാണ്. ഇവിടെ തത്തയെ കളിപ്പിക്കുന്നതാണ്. അതെ തത്തയെ കൊത്തിയിട്ടാൻ വേണ്ടിയിട്ടാണ്. നിറയുണ്ട് കേട്ടോ തത്ത. നിറയുണ്ട്. നിങ്ങൾക്ക് നിറയെ ഇരിക്കുകയാണ് തത്ത. നിറയെ തത്തയൊക്കെ ഇരിക്കുന്നുണ്ട്. തരാനൊന്നുമില്ല കഴിക്കാനൊന്നും. കയറിപ്പോ നോക്കി. നിറയുണ്ട് കേട്ടോ. അപ്പോൾ നിറയെ ഇരിക്കുന്നു ഇതിനകത്ത്. ഇവിടെ എണ്ണിയ തീരത്തില്ലടാ. നിറയുണ്ട് ഇതിനകത്ത്. തത്ത ഇതേ വന്നിരിക്കുന്നു. തത്ത 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 തത്തയെ കാണാത്തവർക്കായി തത്ത. ഒരു കൂട്ടം തത്തകൾ. തത്തയ്ക്ക് എന്താണ് തിന്നാൻ കൊടുത്തിരിക്കുന്നത്? ക്യാരറ്റാ? നമുക്ക് എന്തായാലും ഇത് വണ്ടർലല്ലേ, ഇത് കുഞ്ഞു പിള്ളേരെ വണ്ടർല. ഇത് കുഞ്ഞു പിള്ളേരെ വണ്ടർലാണ്. ഇതിനകത്ത് ഉദയഗിരി ഫോർട്ടിനകത്തുള്ളതാണ്. ശരിക്കും കാടാണ് ഇതിനകത്ത്. കാട് പോലെയാണ് കേട്ടോ ഉദയഗിരി ഫോർട്ട്. ജസ്റ്റ് ആരും നോക്കാതെ അപ്പുറത്ത് തത്തക്കൂടൊക്കെ ഉണ്ട്. ഇവിടുന്ന് കാണാം തത്തക്കൂട്. ഇല്ലാതായി പോയില്ല, തുരുമ്പിച്ചു. പക്ഷേ കുഴപ്പമില്ല, കുഞ്ഞുങ്ങൾ കറങ്ങാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തമിഴിലൊക്കെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. നല്ല ഗാർഡനായിട്ട്. ഇതേ പാമ്പ്. അയ്യോ പാമ്പ് അത് ചെയ്ത് വെച്ചാണ്. പീരങ്കിലുണ്ട. യെസ് ഗൈസ്, പീരങ്കിലുണ്ടയാണ്. ആര് നമുക്ക് ഷോർട്ട് പുണ്ണ സാധനമാണ് അതൊക്കെ. പീരങ്കില ഇവിടെ വന്നിട്ട് വെള്ളം ഒക്കെ മേടിക്കുന്ന നമുക്കൊരു ചെറിയ ഷോപ്പുണ്ട് ഇതിനകത്ത്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഇതിനകത്ത്. ഇവിടെ എന്തൊക്കെയോ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ ഹെർബൽ ഗാർഡൻ, ലൊക്കേഷൻ ഉദയഗിരി ബയോ ഡൈവേഴ്സിറ്റി പാർക്ക്, പുലിയൂർക്കുറിച്ചി. നമ്മുടെ പഴയ പുലിയൂർക്കുറിച്ചി, പഴയ രാജഭരണം. ഓ എന്ന് മാത്രമേ ഇത് നടന്ന സ്ഥലമാണ്. റെസ്റ്റാടാ, റെസ്റ്റ് കുറച്ചിനി റെസ്റ്റാണ് നമ്മുടെ ചങ്കിനൊപ്പം റെസ്റ്റ്. സൈഡിലേ ഉള്ളൂ. ഇവിടെ ഫുള്ളും കാടാണ് നമ്മളിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ കയറിപ്പോയ വഴി അതാണ്. ആ വഴി കയറിയാണ് നമ്മൾ അപ്പുറത്ത് പോയത്.
നീ ഇവിടെ ഉള്ള വേറെ മരപ്പട്ടി വരൂല. ഓടിക്കയറാൻ പറ്റിയ സ്ഥലങ്ങൾ. യെസ്, കോട്ടയുടെ മുൻവാതിൽ എവിടെയാണ്? ഇതെവിടെയാണ് കറക്റ്റ്? നമ്മൾ വണ്ടി വെച്ചത് അങ്ങാണ്. നമ്മൾ കയറിയത് ആ വഴിയാണ്. ആ വഴിയാണ് കയറിയത്. നമ്മളിപ്പോൾ റോഡിൻ്റെ സൈഡാണ്. ആയിരത്തി 1700 കാലഘട്ടത്തിലാണ് ഡച്ചുകാർ വന്നതും. 800 വരെ ഡച്ചുകാർ വന്നതും ഇവിടെ മാർത്താണ്ഡവർമ്മയായിട്ട് യുദ്ധമൊക്കെ നടന്ന ഒരു കാലഘട്ടമാണ് അതൊക്കെ. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ. അടുത്ത് നമ്മൾ ഈ വഴി കൂടെ ചെന്ന് കഴിഞ്ഞാൽ നേരെ ചെന്നെത്തുന്ന ഒരു സ്ഥലമുണ്ട്. കാണാനായാലും കയറാനായാലും നമുക്ക് അടിപൊളിയായിട്ട് കാറ്റ് കൊള്ളാനായാലും ഒരു ചെറിയ എന്താ പറയുന്നത് മരവീട് അല്ലേ. അപ്പോൾ അതിൻ്റെ മുകളിലാണ് നമ്മൾ. മരത്തിൻ്റെ മുകളിൽ അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇരുമ്പിലാണ് ചെയ്തതെന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ചെക്കന്മാർ ആ വഴി കറങ്ങി വന്നു മുകളിലോട്ട്. അടിപൊളി. ഒരു പേടിയില്ലാത്തവർക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പേടിയുള്ളവൻ കയറരുതെന്നാണ്. എന്തായാലും ഞാനും കയറുന്നുണ്ട്. അവൻ കയറി. ഞാൻ ഒന്ന് കയറി നോക്കട്ടെ. ഒന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ താഴെ എത്തും. ഒരു വ്ളോഗറിൻ്റെയൊക്കെ കഷ്ടപ്പാടേ. തിരിച്ചിറങ്ങൂ. കിടിലം. ഇവിടെ ആൾക്കാരൊക്കെ കയറി വരുന്ന ഒരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ കുഞ്ഞു മക്കളൊക്കെ. ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി വിജയ് സാർ. ഓക്കെ. മുകളിൽ ആൾക്കാരൊക്കെ നല്ല അടിപൊളിയായിട്ട് കയറാൻ പറ്റും. നമ്മൾ ഏറ്റവും മുകളിൽ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ പേടിയുണ്ടാവും. എങ്ങനെ പോയാലും 10-15 അടിയുടെ മേലെ ഉണ്ട്. ഒരു 2 നില കെട്ടിടത്തിൻ്റെ ആ ഒരു ഹൈറ്റ് ഉണ്ട്. മരത്തിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. 20 അടി, കറക്റ്റ് 20 അടി. ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ പാർക്കുണ്ട്. അവിടെ ബട്ടർഫ്ലൈയുടെ ഒരു നില വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പഴയ ആധുനിക കാലം നമ്മുടെ പണ്ട് കാലങ്ങളിലുണ്ടായിരുന്ന ഒരു എന്തിനു വന്നത് വെപ്പൺസൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണത്. അതാണ് കാണുന്നത്. നമുക്ക് എന്തായാലും താഴെ അങ്ങോട്ട് പോയി കാണാം. പേടിക്കല്ലേ, ആരും പേടിക്കരുത്. തിരിച്ചിറങ്ങുന്നതാണ്. വീണ് കഴിഞ്ഞാൽ അയ്യോ പേടിപ്പിക്കാടാ ഡേ. ഇവിടെ ഒരുത്തം ഉതുക്കുന്നു. ഇതനങ്ങില്ല. അവൻ താഴെ എത്തി. ഇവിടെ ഇതൊക്കെ പൂട്ടിയിട്ടുണ്ട്. ഇത് വന്നിട്ട് 1729-നും 1758-നും ഇടയിൽ ഉണ്ടായിരുന്ന ഒരു എന്താ പറയുന്നത് ഇരുമ്പുരുക്കുന്ന ഒരു സ്ഥലമാണ് ഇതൊക്കെ. ഇവിടെ നിന്നാണ് നമ്മുടെ പീരങ്കി ഇരുമ്പ് നമ്മുടെ പീരങ്കി ഉണ്ടാക്കുന്നതിൻ്റെ ഇരുമ്പൊക്കെ ഉരുക്കി. കണ്ടോ, ഇത് അടുപ്പാണ്. ഈ അടുപ്പിൽ വെച്ചാണ് ഉരുക്കി നമുക്ക് പീരങ്കിയൊക്കെ അവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പണ്ട് മാർത്താണ്ഡ ഡച്ചുകാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട്. വലിയ അടുപ്പ്. നമുക്കതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു വലിയ പുളിമരം, നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ഇതും വലിയൊരു പുളിമരം. ഇവിടെ ബട്ടർഫ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനാ കാടാണ് നമ്മൾ നിൽക്കുന്നത്. കാടിൻ്റെ മൊത്തം നടുക്കെന്ന് പറയാം. ഇവിടെയൊക്കെ വഴി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ പോകാൻ വഴിയുണ്ട്, പക്ഷേ അങ്ങോട്ട് നമുക്ക് പോകാൻ വഴിയില്ല. ഇവിടെ അടുത്തൊരു അടുപ്പുണ്ട്. ഉണ്ടോ, ഇതും ഡച്ചുകാർ ചെയ്തതാണ്. ആ കാലഘട്ടത്തിൽ അവർക്ക് അവരുടെ ഇരുമ്പൊക്കെ ഉരുക്കാനും എല്ലാത്തിനും വെച്ചിരുന്ന ഒരു അടുപ്പാണിത്. പഴയകാലം ഇത് ഇവരിപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. ഇതിവിടെ കമ്പിയിൽ റോപ്പുണ്ട്. ഇവിടെ നേരെ പോകുന്നത് നമ്മുടെ കുടിലിലേക്കാണ്. മുകളിൽ ഏർമാടത്തിലേക്കാണ് ഇത് പോകുന്നത്. ഇവിടെ തക്യൂറിയാണ്, അടച്ചിട്ടിരിക്കുകയാണ്. ഇന്നും ഔട്ടൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഒന്നും കാണാനില്ല. ഹായ്, ഇത് കുഞ്ഞുമാവ. ഓക്കെ, ഇവിടെ എല്ലാം വഴി ബ്ലോക്കാണ്.
കോട്ടയുടെ മുകളിൽ ഇതുവരെ എത്തിയിട്ടില്ല നമ്മൾ. കോട്ടയുടെ മുകളിൽ നമ്മൾ പോകുന്നതായിരിക്കും. അല്ല, കോട്ടയുടെ അകത്ത്. ഇതാണ് ബട്ടർഫ്ലൈ പാർക്ക്. ഓക്കെ, ബട്ടർഫ്ലൈയുടെ മോഡലിൽ ചെയ്തിട്ടുണ്ട് ബട്ടർഫ്ലൈ പാർക്ക്. ബട്ടർഫ്ലൈ പാർക്ക് കിടില്ല. യെസ്, വെച്ചു ലെനോ ടോം. നമ്മൾ പോകുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് 1/2 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട്. അവിടെയാണ് നമ്മൾ വരേണ്ട ശരിക്കും സ്ഥലം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ നടപ്പാതയൊക്കെ ഉണ്ട്. നടപ്പാത വഴി നമുക്ക് 1/2 കിലോമീറ്റർ കറക്റ്റ് ഉള്ളിൽ കയറണം. നമുക്ക് എന്തായാലും അകത്തോട്ട് ചെല്ലാം. ഇവിടേക്ക് ഇപ്പം നമ്മൾ നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് ജസ്റ്റ് റീസെൻ്റ് ആയിട്ടാണ് ഇവരിത് ചെയ്തിട്ടുള്ളത്. നേരത്തെ ഇൻ്റർലോക്ക് കിട്ടുന്നുണ്ട്. ഒരു കാടിൻ്റെ ഉള്ളിലൂടെ നടക്കേണ്ട ഒരു സ്ഥലമാണ് ഉദയഗിരി ഫോർട്ട്. 2 സൈഡും പഞ്ഞിമരം. നല്ല കാറ്റുണ്ട്. യെസ്, നമ്മൾ 1/2 കിലോമീറ്റർ നടന്ന് എൻട്രൻസ് എത്തിയിട്ടുണ്ട്. ഡേയ്, അവിടെ നടന്നില്ലല്ലോ ഇത്ര നേരം. യെസ്, അപ്പോൾ ഗൈസ് എത്തിയെന്ന് പറയാൻ എത്തിയില്ല. നമ്മൾ എൻട്രൻസിൻ്റെ അടുത്ത് എത്തുന്നേ ഉള്ളൂ. യെസ്, ഇത് പള്ളിയാണ്. ഇത് പണ്ട് ഡച്ചിൽ നിന്ന് വന്ന അങ്ങ് ചെയ്തതാണ് അവർ. ഡച്ച് രീതിയിലുള്ള പള്ളിയാണ്. ഡച്ച് ശൈലിയിൽ നിർമ്മിച്ച ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഡച്ച് രീതിയിലാണ് കേട്ടോ. അവർ അതേ ശൈലിയിലാണ്, ഡച്ചിലെ ശൈലിയിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ഇത് അവർ അടക്കിയിട്ടുള്ളത് ഇതിനകത്താണ്. നമുക്ക് എന്തായാലും കണ്ടോ, സൈഡിൽ കിണറൊക്കെ ഉണ്ട്. നമുക്കങ്ങോട്ട് ചെല്ലാം. പഴയകാല പള്ളി. ഇതിൻ്റെ മേൽക്കൂരയൊക്കെ പൊളിച്ച് മാറ്റി ഇപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് തേച്ചെടുത്തിരിക്കുന്നതാണ്. ഇത് കല്ലുകൊണ്ട് ചെയ്ത പള്ളിയായിരുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ കല്ലറ. ഡെൽവോയുടെ കല്ലറ നടുക്കിലും അതുപോലെ ഇടത് സൈഡ് ഭാര്യയും വലത് സൈഡ് മകനുമാണ് ഇവിടെ കല്ലറയിലുള്ളത്. അതുപോലെ തന്നെ ഡെൽവോയുടെ വലതുവശത്ത് സൈഡായിട്ട് കണ്ടോ, ഇവിടെ അടുത്ത് കല്ലറകളുണ്ട്. അത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നവരുടെ കല്ലറയാണ്. അത് ലാറ്റിൻ ഭാഷയിലാണ് ഇതിനകത്തൊക്കെ അവർ എഴുതിയിട്ടുള്ളത്. നമ്മുടെ ഇംഗ്ലീഷല്ല, ലാറ്റിൻ ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. കണ്ടോ, അപ്പുറം ഇപ്പുറമായിട്ടാണ് കല്ലറ ഉള്ളത്. ഇത് ആരുടെ കല്ലറയെന്നറിയില്ല. ഒരു കല്ലറയും കൂടെ ഇവിടെ കിടപ്പുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള ഒരു വൈദികൻ്റെ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു തോന്നുന്നുണ്ട്. അതിൽ കണ്ടോ, അതിൽ നമ്മുടെ പഴയ കപ്പലിൻ്റെ ഫ്രണ്ടിലുള്ള അപകടം ആ ഒരു ഇതാണ് വെച്ചിട്ടുള്ളത്, അവരുടെ ആ പഴയ ഇത്. എൻ്റെ വാതിൽ കോട്ടയാണ് ഇത്. അകത്തിൽ നിന്നുള്ള വ്യൂ ആണ് ഇതൊക്കെ. ഇവിടെ സൈഡിൽ കൂടെ നമുക്ക് കേട്ടോ നടക്കാൻ വേണ്ടി പള്ളിയുടെ ചുറ്റും അവർ കല്ല് വിരിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട്. കാടാണ്, കാടിനുള്ളിലാണ് നമ്മൾ വന്നത്. ഇവിടെ അപ്പുറത്ത് കാടാണ്. എൻ്റെ അപ്പുറത്ത് എന്തോ ഒരു കെട്ടിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് അവിടെ പോകാൻ സാധിക്കും. നമുക്ക് പോവാം അതിനകത്തോട്ട്. അത് നമ്മുടെ കോട്ടയിലെ ഇതാന്ന് തോന്നുന്നു. ജസ്റ്റ് എന്താ പറയുന്നത്, മതിൽ. ഇവിടെ ഫുള്ളും കാട് പിടിച്ച് കിടക്കുന്നതാണ്. ഇത് ഇവിടെ ഒരു കല്ലറയുണ്ട്. ഇതൊരു ചെറിയ കല്ലറയാണ്. ഇത് ഔട്ട് സൈഡിലായിട്ടാണ് ഈ കല്ലറയൊക്കെ. ഇവിടെ പേരുകളൊക്കെ എഴുതി നിരത്തി വെച്ചിട്ടുണ്ട് പള്ളിയുടെ. ഉദയഗിരി ഫോർട്ടിനകത്തുള്ളൊരു ചർച്ചാണ്. ഗൈസ്, നിങ്ങളത് കാണുന്നുണ്ടോ എല്ലാവനെ? ഇവിടെ നിന്ന് ഇത് ബാക്ക് സൈഡാണ് പള്ളിയുടെ. ഇത് പണ്ട് കാലങ്ങളിൽ 1570 കാലഘട്ടത്തിലൊക്കെ ചെയ്തൊരു പള്ളിയാണ്. ഇപ്പോഴും പുരാതന വസ്തു നന്നായിട്ട് സൂക്ഷിക്കുന്നുണ്ട് അവർ. മതിലാണ്. ഇതിനപ്പുറത്ത് വീടുകളുണ്ട്. ഓക്കെ, നമ്മൾ റോഡ് സൈഡാണ് അതൊക്കെ. ടീമെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. പള്ളിയുടെ സൈഡൊക്കെയാണിത്. ഇവിടെ
മുളയൊക്കെ വെച്ചിട്ടുണ്ട് സൈഡിലുണ്ടോ, നല്ല നിരത്തി വെച്ചിട്ടുണ്ട് മുളയൊക്കെ. ഇവിടെ കാടാണ് ഇങ്ങോട്ട്, ഇവിടെയൊക്കെ പാറക്കെട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ യുദ്ധം നടത്തുന്ന സ്ഥലമാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ കയറി യുദ്ധം നടത്തി ഡച്ചുകാർ ഇവിടെ കച്ചവടത്തിനായിട്ട് വന്ന് ഇവിടെ കയ്യേറിയ സ്ഥലമാണ് ഇതൊക്കെ. അവസാനം മാർത്താണ്ഡവർമ്മയൊക്കെ വന്ന് തിരുവിതാംകൂറായിട്ട് അങ്ങോട്ട് എടുത്തു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കഥ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കിണർ നോക്കാം. സാധാ എല്ലാവരും പോകുമ്പോൾ കിണറിനകത്ത് നോക്കും, നമുക്കൊന്ന് കിണറിനകത്ത് നോക്കാം. കിണർ വല്ലതും ഉണ്ടോ? ഓ, കിണർ ആഴമുണ്ട്, പക്ഷേ പണ്ടത്തെ മോഡലിൽ ചെയ്തിട്ടുണ്ട്. കല്ലൊക്കെ സൈഡ് കെട്ടി ആണ് എടുത്തിരിക്കുന്നത്. വലിയ ആഴമില്ലെന്ന് തോന്നുന്നു, ഒരു ആഴമുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, കിണറൊക്കെ പഴയ മോഡൽ. ഇവിടെ ഫിൽട്ടർ മെഷീൻ്റെ ഇതൊക്കെ ഉണ്ട്. ടാങ്ക്, വാട്ടർ ടാങ്കാണ് ഏറ്റവും ടോപ്പിൽ. ഇപ്പോൾ ഇത് ആധുനീകരിച്ച് നമ്മളെ പഴയ ഇത് നിർത്തിയിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഒരു മോഡലിൽ ചെയ്തിട്ടുണ്ട്, സ്റ്റെപ്പ് പോലെ. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ. അപ്പോൾ പെരി വ്ളോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ നിറയെ സ്ഥലം കണ്ടു, നിറയെ നേരമത് സ്പെൻഡ് ചെയ്തു. നല്ലൊരു ദിവസമായിരുന്നു ഞങ്ങൾക്ക് ഇന്ന്. കാരണം ഉദയഗിരി ഫോർട്ട് കാണാൻ സാധിച്ചു. ഇവിടെ തിങ്കൾ മാത്രമാണ് ഇവിടെ ലീവായിട്ടുള്ളത്, ബാക്കി എല്ലാ ദിവസവും ഓപ്പണാണ് ഇവിടെ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാൻ എല്ലാവർക്കും ബൈ ബൈ.